അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഇന്ന് നമുക്ക് തംബ്ലൈൻ കണ്ടതുപോലെ ഇന്നത്തെ ഒരു ബ്ലോഗ് കണ്ടാലോ? എന്തൊക്കെയാണ് ഞാൻ രാവിലെ ചെയ്തത് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? എന്തൊക്കെ ജോലിയാണ് ചെയ്തതെന്ന്. രാവിലെ എണീറ്റു. ആദ്യം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുകയാണ് ഗായ്സ്. ഇവൻ എൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതേ അടുക്കളയിലോട്ട് വന്നു. ഇക്കാക്കൊരു കട്ടൻ കാപ്പിയാണ്, ഇച്ചിരി നെയ്യും കോഫിയൊക്കെ, നമ്മുടെ ബ്രൂ കോഫിയാണ്, അതൊക്കെ ഇട്ടിട്ട് ഒരു കട്ടൻ കാപ്പി ഇക്കാക്ക് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ ഫ്ലാസ്കിലേക്ക് നമ്മുടെ ഗ്രാമ്പു വെള്ളത്തിനായിട്ട് 5-6 ഗ്രാമ്പും ഒക്കെ ഇട്ടു. ഗ്രാമ്പു ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മുമ്പത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് വെക്കുവാണ്. അതേസമയം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് ഞാൻ നമ്മുടെ ബാർലി വെള്ളത്തിനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. ഞാൻ ഓരോ ദിവസം ഓരോ വെള്ളമാണ് ഇവിടെ ഉണ്ടാക്കാറ് കുടിക്കാൻ. ഒരു ദിവസം ബാർലി, ഒരു ദിവസം ജീരകം, ഒരു ദിവസം ഉലുവ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പോവും കേട്ടോ. ഞങ്ങളങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കുള്ള വെള്ളം ഞാൻ കാച്ചും. അപ്പോൾ ബാർലിയൊക്കെ വെള്ളത്തിലോട്ട് ഇട്ടു. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അവസാനം വരെ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യമായ നെയ്യ് ഒഴിച്ചു. ഓയിലും ഉണ്ടാക്കാം. ഞാൻ ഇച്ചിരി ടേസ്റ്റ് കൂട്ടി വയ്ക്കുവാണ് ഗായ്സ്. അങ്ങനെ 2 സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു. അതിലേക്ക് ആവശ്യമായ ഒരു 3 സവാളയാണ് അരിഞ്ഞ് ഞാൻ ഇട്ടത്. അപ്പോൾ തന്നെ നമ്മുടെ ബാർലി വെള്ളം അങ്ങനെ വെട്ടി തിളച്ചു. ഞാൻ കാണിച്ചു തന്നല്ലോ. അങ്ങനെ സവാളയൊക്കെ ഞാൻ വഴറ്റാനായിട്ടിട്ടു. ഇതിന് നമുക്കൊരു മസാല ആവശ്യമാണ് ഗായ്സ്. അങ്ങനെ അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കിയാലോ? വാ. അങ്ങനെ 2-3 അല്ലി വെളുത്തുള്ളിയാണ്, കുറച്ച് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ സവാളയാണ്. കുഞ്ഞുള്ളി ഇല്ല ഗായ്സ്. കുഞ്ഞുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ എല്ലാവരും ചെറിയ ഉള്ളി എടുക്കാൻ ശ്രമിക്കുക, അപ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോഴത്തേക്ക് ഞാൻ സവാളിലേക്ക് ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ, നേരത്തെ ഇട്ടില്ല. ഇപ്പോൾ കുറച്ച് പെരുംജീരകം, 1 സ്പൂൺ പെരുംജീരകമാണ്. അപ്പോൾ ഒരു 2-3 ഗ്രാമ്പൂ മതി. നമ്മൾ എണ്ണയിലേക്കാണ് ഇതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. അതുകൊണ്ട് ഇതൊന്നും എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇടാതെ ഞാൻ ഇതൊക്കെ ഒരു പേസ്റ്റ് ആക്കുവാണ്. ഒരു കഷ്ണം പട്ട, 2 ഏലയ്ക്ക, ഒരു 3-4 എരിക്ക് ആവശ്യമായ 3-4 ഉണക്കമുളകാണ്. പിന്നെ ഒരു 2 സ്പൂണ് മല്ലിയും കൂടെ ഇടണം കേട്ടോ ഗായ്സ്. ഞാനത് വിട്ടുപോയി. ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. അപ്പോൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ പേസ്റ്റാക്കിയത്. അപ്പോൾ ഇതിനെ നമ്മൾ സവാള വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് ഇച്ചിരി കിണ്ടി കൊടുത്ത് ഇത് അതിലേക്ക് ആവശ്യമായ റെഡ് പെപ്പറും എന്താ പറയുന്നത് ഗ്രീൻ പെപ്പറും കറിവേപ്പിലയും തക്കാളിയും ഒക്കെയാണ്. അതിനെ ക്യാപ്സിക്കം എന്നും പറയും. അതിന് പലയിടത്ത് പല പേരുകളാണ്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് മതി. അപ്പോൾ മസാലയൊക്കെ സവാളയിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിനാവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ ഗായ്സ്. ഞാൻ പുട്ടിനുള്ള കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് റവ പുട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ടാണ്. ഇക്കടെ ഫേവററ്റ് ഐറ്റമാണ് ഈ റവ പുട്ടെന്ന് പറയുന്നത്. റവ പുട്ട് എപ്പോൾ കൊടുത്താലും ഇഷ്ടമാണ്. നമ്മൾ മസാലയിലേക്ക് ഞാൻ കണവ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കണവയാണ്. കൂന്തലെന്നും ഇതിന് പേരുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ കണവ എന്ന് പറയും, ചിലയിടങ്ങളിൽ കൂന്തലെന്ന് പറയും. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം, സപ്പോർട്ട് ചെയ്യണം, നമുക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മസാലയ്ക്കകത്ത് ഈ സാധനങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനൊന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് ഗായ്സ്. നമ്മുടെ കണവ ഒന്ന് റെഡിയായി വരുവാണ്. അപ്പോഴേക്കും പുട്ടിന് ആവിയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒറ്റ കൈ കൊണ്ടുള്ള എൻ്റെ പരിപാടിയാണ് നടക്കുന്നത്. സ്റ്റാൻഡ് വെക്കാൻ പറ്റില്ല, ഫോണ് എൻ്റെ ഒരു കയ്യിലാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും പച്ചമുളകും തക്കാളിയും കരിവേപ്പിലെല്ലാം അതിലേക്ക് ആഡ് ചെയ്തു. അതേസമയം ഞാൻ ഇപ്പുറത്ത് കാണിച്ചത് എനിക്ക് വേണ്ടിയിട്ടുള്ള റാഗി പുട്ടിനുള്ളതാണ്. റവ ഇച്ചിരി ബാക്കി വന്നു, അതിലേക്ക് ഇച്ചിരി റാഗിയും കൂടെ ഇട്ട് ഞാൻ അതിനുള്ളൊരു പുട്ടാക്കി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാഗി പുട്ട്. അതേസമയം നമ്മുടെ ചോറ് അടുപ്പത്തായിട്ടുണ്ട്. ഇത് തോരനാണ്. നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും എന്താ പറയണേ പാവയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള തോരനാണ്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. പുട്ടും റെഡി ആയിട്ടുണ്ട്. തോരനൊക്കെ റെഡിയാവുന്നു. അങ്ങനെ ചായയൊക്കെ ഇട്ടു ഗായ്സ്. ചോറും ഞാൻ വടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കഴിച്ചു.
അങ്ങനെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും.